FCRA ഭേദഗതി ബില്ലിൻ്റെ 2010 അമെൻമെൻ്റാണ്. മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന 2010 അമെൻമെൻ്റാണിത്. The foreign contribution and assets created out of the foreign contribution in the custody of every person whose certificates has been cancelled under Section 14 shall vest in such authority as may be prescribed. ഇതേ കാര്യം KC വേണുഗോപാലും ഈ പറയുന്ന ജോസ് കെ മാണിയും കൊടിക്കുന്നിൽ സുരേഷും ഇവരൊക്കെ പാർലമെൻറ്റിൽ MP മാരായിരിക്കുമ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണിത്. ഈ നിയമത്തിൽ ഇതെങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളതിൻ്റെ വിശദീകരണം മാത്രമാണ്. ഇവർ ഈ സമയത്ത് ഇതൊന്നും കണ്ടില്ലായിരുന്നു. FCRA എന്ന് പറയുന്ന റിലീജിയസ് ലോ അല്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകണം. 2, ഇത് ക്രൈസ്തവ സഭയെ മാത്രമല്ല, ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ ബാധകമാകുന്ന നിയമമാണ്. ഇത് ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ഈ സമയത്ത് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേട്ടോ കോൺഗ്രസ്സിന്. ഈ ഭേദഗതി നിയമം വന്ന സമയത്ത് കേരളത്തിലെ 8 കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ്സിനുള്ള സമയത്താണ് ഈ ഭേദഗതി പാസ്സാക്കിയത്. Section 15 Clause 1. നിങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി ഞാൻ തരാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഇതിനെ ഒളിച്ചും പാത്തുമുള്ള നിലപാടെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മഠത്തിൽ പോയി ഒന്നും നിലപാട് സ്വീകരിക്കണം. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ് സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ സഭ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി എന്ത് നിലപാടാണ് സഭയ്ക്ക് വേണ്ടിയും സഭാവിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്തതെന്ന് പൊതുവായും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു നിലപാടിനെ അങ്ങേയറ്റം ഞാൻ സന്തോഷത്തോടു കൂടി കാണുകയാണ്. ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അതിനെ ബഹുമാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. സത്യമാണോ ഈ പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BJP വരുന്നതിന് മുമ്പ് കടങ്ങാട്ട് പിതാവിൻ്റെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ച നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിതാവിനെതിരെ എടുത്ത 8 കേസുകളും പിതാവിനെ തുറുങ്കിലടയ്ക്കണമെന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാവുമായി നിൽക്കുന്ന VD സതീശൻ്റെ പ്രസ്താവനയും അന്ന് പിതാവിന് അനുകൂലമായി BJPയും RSS സ്വീകരിച്ച നിലപാടാണ് എന്നെപ്പോലെയുള്ളവർ BJP എന്ന് ചിന്തിച്ചു തുടങ്ങാനുള്ള പ്രഥമദൃഷ്ടിയുള്ള കാരണം. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ടെന്ന് കുറവലങ്ങാട് പള്ളിയിൽ ഇന്ന് പ്രസംഗിച്ച അതേ പള്ളിയിൽ പിതാവ് പറഞ്ഞപ്പോൾ പിതാവിനെതിരെ ആക്രോശിക്കുകയും പിതാവിനെതിരെ പ്രകടനം നടത്തുകയും പിതാവിൻ്റെ രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇനി ഒരിക്കലും ഈ 2 മുന്നണിയിൽ നിന്നും ക്രൈസ്തവരായ ആളുകൾക്ക് നീതി കിട്ടില്ല എന്നുള്ള ചിന്ത ഉടലെടുത്തത് പിതാവിനെതിരെ നടന്ന അക്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ BJP എന്നുള്ള അല്ലെങ്കിൽ അന്ന് ആ നിലപാട് സ്വീകരിച്ചത്, അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJPയും അതിന് പിന്തുണ നൽകിയത് RSSുമായിരുന്നു. പിന്നെ PC ജോർജ് ഉണ്ടായിരുന്നു. വഖഫ് ബില്ല് വന്ന സമയത്ത്, വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്ത് കേരള കത്തോലിക്ക സഭ കേരളത്തിലെ എല്ലാ MP മാർക്കും കത്തയച്ചിരുന്നു. വഖഫ് ബില്ലിനെ എതിർക്കാൻ പാടില്ല, പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവർ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷെ അതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 80-20 അനുപാതം VD സതീശൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ 80-20 അനുപാതത്തിനെതിരെ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസ് പിൻവലിക്കുമെന്ന് പറ. അത് ആരാ കേസ് നടത്തുന്നത്? സംസ്ഥാന സർക്കാർ കേസ് നടത്തുന്നു. അതിനെ സർവകക്ഷി യോഗം പിന്തുണച്ചു. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസും CPM ഒരേ നിലപാടെടുത്തു. ആ നിലപാട് സ്വീകരിച്ച ആരാണ്? കൗതുക ലേശം കൂടുതലാണ്. ഞാൻ BJPയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ പാർട്ടിയെ ഞാൻ ഇന്ന് നിങ്ങളെ ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പത്രസമ്മേളനം വിളിച്ചല്ലോ. നിങ്ങളിവിടെ വന്ന് എന്നോട് എന്നാ പറയാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ്. അത് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ പ്രസ്ഥാനം, ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിനോട് ചേർത്ത് വായിക്കും. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? എനിക്ക് പറയുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. ഈ അടിമത്തം അവസാനിപ്പിക്കണം.
അല്ലെങ്കിൽ ഈ സഭയും കുഞ്ഞാടുകളൊന്നും ഈ നാട്ടിൽ കാണില്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താണ് സഭയ്ക്ക് സംഭവിക്കുന്നത്? എന്താണ് സഭാ സമൂഹത്തിന് സംഭവിക്കുന്നത്? ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെ സഭയെയും സഭാവിശ്വാസികളെയും ഇല്ലാതാക്കുന്നു. ഇതൊന്നും ചിന്തിക്കാതെ അതാത് സമയത്ത് വരുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ കെണിയിൽ ദീപിക പോലെയുള്ള പത്രങ്ങൾ വീണു പോകുമ്പോൾ അതിനെതിരെ പറയാൻ ബാധ്യസ്ഥനായ ക്രൈസ്തവനാണ് ഞാൻ. കാരണം പള്ളിക്കകത്ത് കച്ചവടം ചെയ്ത കച്ചവടക്കാരെ ചാട്ടുവാറിനടിച്ച് കർത്താവിശ്വമിശിഹ എൻ്റെ പിന്മുറക്കാരനാണ് ഞാൻ. അത് ഞാൻ ആ ചാട്ടവാർ എടുക്കുക തന്നെ ചെയ്യും. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു.